നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ വലിയൊരു തെറ്റ് നിങ്ങൾക്ക് സംഭവിക്കുകയും നിങ്ങൾ ആ തെറ്റിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും എന്നാൽ ആ സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ ജീവിത കഥയെടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്താലോ? അതെ, അങ്ങനെ ഒരു സംഭവമായിരുന്നു ശരിക്കും ഈ സ്ത്രീയുടെ ജീവിതത്തിലും സംഭവിച്ചത്. ഒരിക്കൽ ആമിന സിത്താര എന്ന സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീ വരികയാണ്. കരഞ്ഞുണങ്ങിയ കണ്ണുകളുമായി വളരെ വേദനയോടെ അവർ സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ എത്തുകയും അവരോട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും തുറന്നു പറയുകയും ചെയ്തു. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും തന്നെ ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു തെറ്റായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതെ, സ്വന്തം മകളുടെ ഭർത്താവുമായി അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അതിൻ്റെ കാര്യകാരണങ്ങൾ മൊത്തം അവർ വിശദീകരിച്ചു. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതെ, സ്വന്തം മരുമകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന ഒരു മാതാവ് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിലും ആ മരുമകന്റെ നിർബന്ധത്തിന് വഴങ്ങി പലപ്പോഴും അവർക്ക് അനുവാദം മൂളേണ്ടി വന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇതുപോലെ ഒരുപാട് ദിവസം അവർ ഒരുമിച്ചു. പക്ഷേ എപ്പോഴെങ്കിലും മകൾ അറിയുമെന്ന ഉമ്മയ്ക്ക് ഭയമുണ്ടായിരുന്നു. ഒരു ദിവസം ഉമ്മയുടെ മൊബൈൽ ഫോൺ നോക്കിയ മകൾക്ക് ഇവർ തമ്മിൽ മരുമകൻ ബന്ധത്തിനും അപ്പുറം മറ്റെന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാവുന്നു. അത് ആ മകൾക്ക് വലിയൊരു ആഘാതം നൽകുകയും അവർ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഉടനെ തന്നെ മകളുടെ ഭാവി നശിക്കും എന്ന് മനസ്സിലാക്കിയ ഉമ്മ ഇവരെയും കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. ആ സൈക്കോളജിസ്റ്റിനെ കണ്ട ഉമ്മ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സത്യമായി തുറന്നു പറയുന്നു. അവർ കണ്ട സൈക്കോളജിസ്റ്റ് നല്ല അറിവും കഴിവുമുള്ള ആളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവർക്ക് അതിനുള്ള പരിഹാരവും അവർ തന്നെ കണ്ടെത്തി കൊടുക്കുന്നു. അതിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ഉമ്മയും ഒരു മകളും ഒരു വീട്ടിൽ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഒരുപാട് വർഷം മകളെ ഒറ്റയ്ക്ക് വളർത്തി നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചയക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് കിട്ടിയ മരുമകൻ നല്ലൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ബന്ധുക്കാർക്കും അസൂയ ഉളവാക്കുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനമായിരുന്നു ആ മരുമകനിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് എപ്പോഴും സ്വന്തം ഭാര്യയെക്കാട്ടി താല്പര്യം ഭാര്യയുടെ മാതാവിൽ തോന്നുകയും അവർ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് അത് വഴിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ സൈക്കോളജിസ്റ്റിനെ സമീപിച്ചതിന് ശേഷം അവർ ഒന്നിച്ച് താമസിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലും ഈ മാതാവ് പിന്നൊരു വീട്ടിലേക്കും മാറി താമസിക്കേണ്ടി വരികയും ചെയ്തു. ഒരു പക്ഷേ ഈ സ്റ്റോറി കേൾക്കുന്ന ഈ മാതാവിൻ്റെയോ മരുമകൻ്റെയോ കുടുംബക്കാരാരെങ്കിലും ഈ സ്റ്റോറി കേട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. അതേപോലെ തന്നെ ആ ഉമ്മയുടെ നാട്ടുകാരോ മറ്റോ ഈ സ്റ്റോറി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇതാരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ ഈ രണ്ടു പേരെയും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച ഇതേ ഡോക്ടർ തന്നെ തൻ്റെ വീഡിയോയിലൂടെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായി വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ ഈ അമ്മയും മകനും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഒരുപക്ഷെ ഈ മരുമകൾക്ക് അറിയണമെന്നില്ല. അതുപോലും എല്ലാവർക്കും അറിയുന്ന രീതിയിലേക്ക് വിളിച്ചു പറഞ്ഞ ഈ ഡോക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം ചാനലിൻ്റെ റീച്ചിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി തൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ രഹസ്യം മുഴുവനും എല്ലാവർക്കും എത്തിച്ചു നൽകുകയും അതിലൂടെ അവരെ അപമാനിക്കാൻ ഇതൊരു കാരണമാവുകയും വീണ്ടും ഇതറിയുന്ന ആ കുടുംബം മൊത്തം ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ എല്ലാ കാര്യവും ഒരു സൈക്കോളജിസ്റ്റിനോട് തുറന്നു പറയുമ്പോൾ ഒരിക്കലും തന്നെ അവർ പുറത്ത് പറയാൻ പാടില്ല എന്നാണ് കാര്യം. പക്ഷേ ഇവിടെ നമുക്ക് പറയാം, അവർ പേര് പറഞ്ഞില്ലല്ലോ, നാട് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ മനസ്സിലാവാനാണെന്ന്. തീർച്ചയായിട്ടും അവരുടെ ബന്ധുക്കളോ നാട്ടുകാരോ അതല്ലെങ്കിൽ അവരെ അടുത്തറിയുന്ന ആരെങ്കിലോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്ന സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ഇപ്പോൾ ഇവർ മാറി താമസിക്കുകയാണെന്നുള്ള കാര്യത്തോടു കൂടി അത് ഉറപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരെങ്കിലും തൻ്റെ രഹസ്യം മുഴുവനുമായിട്ട് തുറന്ന് പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെ ആ ക്ലയൻറ്റിൻ്റെ രഹസ്യം പുറത്ത് പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം എന്നൊരു അപേക്ഷ കൂടി നിങ്ങളോടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ പല താല്പര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കിതുപോലെ വീഡിയോ ചെയ്തിടുന്നതിൽ തെറ്റില്ല, അത് നാട്ടുകാർക്ക് അറിയിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ ഒരിക്കലും തന്നെ ആ വീഡിയോ കാണുന്ന ആർക്കും തന്നെ ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാവണം നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും എന്ന് മാത്രമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്.
ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ആരെക്കുറിച്ചാണെന്ന്. ആ മകൾക്കും മനസ്സിലാക്കാൻ പറ്റും ഇതാരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ആ മകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഡിപ്രഷനിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.